ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രസമായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാനിപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ രസം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിന് മുഴുവനായിട്ടും വേണ്ട, ഞാൻ എടുത്തപ്പോൾ ഞാൻ അത്രേ എടുത്തുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ഉണക്കമുളക് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മ സാധാ രസം ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ അതിൽ നിന്ന് ഇച്ചിരി വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1-2 കൂട്ടങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ. ഉള്ളി ഞാനിപ്പോ ചേർത്ത് കൊടുക്കൂല കേട്ടോ. ഉള്ളി കാച്ചുമ്പോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഉള്ളിയും തക്കാളിയും ഞാനിപ്പോ ചേർക്കണില്ല. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വാട്ടണ നേരത്തെ വാട്ടി കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്ത് അതും കൂടി വാട്ടിയെടുത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. വല്ലാണ്ട് അരിഞ്ഞു പോകണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. കണ്ട, ഇതേപോലെ ഇപ്പൊ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന് മാറ്റി കൊടുക്കാം. രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കണത്. അപ്പൊ ചട്ടി ഇപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയും നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ചെറിയുള്ളി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇതിലിട്ടൊന്നും വഴറ്റിയെടുക്കാം. അല്ലാണ്ട് വഴന്നൊന്നും വരണ്ട, എന്നാലൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ രസം വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിനൊക്കെ. പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഒരുപാട് രസത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും. അപ്പൊ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പൊ നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നു. തക്കാളിയും കൂടി ഒന്ന് നമുക്ക് വഴറ്റിക്കോ, അല്ലാണ്ട് വഴന്നു വരണം കേട്ടോ. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വേവിക്കുമ്പോൾ അത് എന്തോളും. ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റിന്റെ അടുത്തായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. ഇതും കൂട്ടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയുടെ ആ പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഞാൻ പുളിവെള്ളമാണ് പുളിക്ക് നമുക്ക് എത്രത്തോളം പുളി വേണം, പുളിയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഇല്ലേ, അത് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മള് കഞ്ഞിവെള്ളത്തിൽ ഉപ്പുള്ളത് കാരണം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വരും. എന്താന്ന് വെച്ചാൽ നമ്മൾ പുളി ചേർത്തേക്കണതല്ലേ, അപ്പൊ ഉപ്പ് ചേർക്കേണ്ട വരും. അപ്പൊ ഉപ്പും പുളിയും നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ രണ്ടും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നിന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണിന്റെ അടുത്തായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയപ്പോ ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഇത് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രസം ഇപ്പൊ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമില് മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്റെ കയ്യിൽ ഇപ്പൊ മല്ലിയില ഇല്ല, അത് കാരണം ഞാനിപ്പോ ചേർക്കണില്ല. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഒന്നും കൂടി തിളച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം.
രസപ്പായി വന്നിട്ടുണ്ട് ട്ടാ. നല്ല മണവും വരുന്നുണ്ട്. ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കഞ്ഞിവെള്ളം കൊണ്ടുള്ള രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.